ഹേ ഓൾ, ഇന്ന് ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ് ആണ്. നമ്മളിന്നിപ്പം നമ്മുടെ ബോട്ട് റൈഡേഴ്സിൽ വന്നതാണ്. ഇന്ന് സൈക്കിൾ ചവിട്ടിക്കൊണ്ടല്ല വന്നത്, സൈക്കിള് കാറിലിട്ടാണ് കൊണ്ടുവന്നത്. നമുക്ക് ചെറിയൊരു അപ്ഡേഷൻ വരുത്താനുണ്ട് സൈക്കിളിൽ. ടൈം ഒരുപാട് ലേറ്റായി, നമ്മളെ റിതുൽ ബ്രോ ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്ഥിരം വരാറുള്ള നമ്മുടെ ബോട്ട് റൈഡേഴ്സിലേക്കാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മളെ വീത്തായിട്ട് ഇവിടെ ബൈക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ ടീം ഉണ്ടല്ലോ. നമ്മളെ സാധനം വന്നോ? എടാ മാറ്റി വെച്ചിക്കല്ലേ. ആ പെഡൽ ഇവിടെ ഉണ്ട്. നമ്മളെ ഷൂ ഇവിടെ എത്തിയിട്ടുണ്ട്. FLRൻ്റെ ഷൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് വരുന്നത്, FLRൻ്റെ ഷൂ. ദെൻ ലൂക്കിൻ്റെ പെഡല്. അപ്പോൾ നമ്മൾ ക്ലീറ്റ്സിലേക്ക് അപ്ഡേറ്റ് ആവുകയാണ്. നിധിയേട്ടാ, നിങ്ങളെ VL കമ്പനിയിലേക്ക് പുതിയൊരാളും കൂടി ജോയിൻ ആവുകയാണ്. ഇതാണ് നമ്മളെ ഷൂ വരുന്നത്. FLRൻ്റെ F22 എന്ന് പറയുന്ന മോഡലാണ്. അടിയിൽ ഇവിടെ കാർബണാണ് വരുന്നത്. ബോയ ടൈപ്പാണ്. കുഴപ്പമില്ല, അത്യാവശ്യം വെയിറ്റ് കുറവൊക്കെ ഉണ്ട്. പെഡൽ വരുന്നത് ലൂക്കിൻ്റെ കിയോ ക്ലാസിക് 3 എന്ന് പറയുന്ന പെഡലാണ്. നമ്മൾ പെഡൽ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് വരുന്നത് ലൂക്കിൻ്റെ കിയോ ക്ലാസിക് 3. ഇതിൽ 2 ക്ലീറ്റ്സ് വരുന്നുണ്ട്. ഇത് കിയോ ടൈപ്പാണ് ഇത് വരുന്നത്. നമ്മൾ 2 ടൈപ്പ് വരുന്നത്, കിയോയും SPLും. ഈ കിയോയും SPലും തമ്മിലുള്ള വ്യത്യാസം എന്താ? കിയോ എന്ന് പറയുന്ന സിസ്റ്റം രണ്ട് ടൈപ്പ് അല്ല, കുറച്ച് ടൈപ്പ് ഉണ്ട്. മറ്റേത് കിയോ ലുക്കിൽ യൂസ് ചെയ്യുന്നത്, SPL ഷിമാനോ. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഷിമാനോ വൈഡ് ആയിരിക്കും. ഷിമാനോ വൈഡ്. ലൂക്കാവുമ്പോൾ ടൈപ്പാണ്. ഓക്കെ. അധികം ചോദിച്ചാൽ ആശാൻ കല്ലെടുത്തേറി, ആശാൻ പണിയിലാണ്. പെഡല് ഷൂ എന്തിനും ബന്ധപ്പെടുക. ബോട്ട് റൈഡേഴ്സ് കാലിക്കറ്റ്. പ്രോ റൈഡർ ഇവിടെ ഒറ്റക്കൈയിൽ ഫോണൊക്കെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലീറ്റ്സിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിടാ, ഇത് വരടാണ് ലിനോള്. ഇതിന് വരട്ടിട്ട് പൊസിഷൻ സെറ്റ് ചെയ്യാനല്ലേ? ഇല്ലില്ലേ, ഇതിൻ്റെ സെൻറ്റർ. അതേപോലെ ഈ ചെറിയ വിരലിൻ്റെ ഇവിടെ ലൈനിലില്ലേ ചാട്ടം, ഇതിൻ്റെ സെൻറ്റർ. വിരൽ കഴിഞ്ഞിട്ടുള്ള ഇതാണോ അത് സെൻറ്റർ? ഈ അല്ലല്ലേ നിങ്ങൾ അറിയുന്നതാ? ഇവിടെ ഇതല്ലേ? ഇതല്ലേ? നമ്മൾ 2 സൈഡും മാർക്കിംഗ് ആവുന്നു. പ്രൊഫഷണൽ ബൈക്ക് ഫിറ്റർ റിതുൽ ബ്രോ ബാക്കി മാർക്കിങ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അലൈൻമെൻ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ മാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് അത് ഫിറ്റ് ചെയ്യാണ്. ക്ലീറ്റിൻ്റെ മുകളിലുള്ള ആ ലൈനും നമ്മളെ മാർക്കിങ്ങും ഈക്വലൻ്റായി വരണം. അതാണ് ഇതിൻ്റെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് മാർക്കിങ്. ഇതിൻ്റെ മുകളിലുള്ള സ്റ്റോക്ക് പെഡൽ അയക്കുകയാണ്. ക്ലിപ്ലെസ് പെഡൽ കൊടുക്കുകയാണ്.
ടൈം പ്രശ്നമാണ്. ഏതാ പണിക്കാരി? അങ്ങനെ നമ്മൾ ട്രെയിനറിൽ കയറിയിട്ട് ഒന്ന് ട്രയൽ നോക്കാൻ പോവാണ് ക്ലീറ്റിൻ്റെ. അതേപോലെ ബൈക്ക് ഫിറ്റും ചെയ്യണം. അപ്പം റിതുൽ പറഞ്ഞ് ഫസ്റ്റ് ടൈം വാമപ്പ് ചെയ്യണം, ചവിട്ടി വരാത്തതുകൊണ്ട്. അടിയിൽ വെച്ചോ ഇങ്ങനെ എത്തില്ലേ, ഇങ്ങിട്ടാണ് ലോക്ക് ചെയ്യുക. അല്ല റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ ഈ കാല് മാത്രം പൊക്കിയിട്ട് റിലീസ് ചെയ്യാം, ഫുള്ളായിട്ട് റിലീസ് ചെയ്യാം. കാല് റൊട്ടേറ്റ് ചെയ്യാം, ഒറ്റ കാല് മാത്രം റൊട്ടേറ്റ് ചെയ്യാം, എന്നിട്ട് ലോക്ക് ചെയ്യും. കാലില്ലേ, കാലേ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്താൽ മതി. അത് നേരെ വെക്കണം, അതാണ്. ക്ലീറ്റ് കൊടുക്കുന്നതും വരുന്നതൊക്കെ ഏകദേശം പഠിച്ചു. അങ്ങനെ നമ്മൾ ബൈക്ക് ഫിറ്റിങ് ചെയ്യാൻ പോവാണ്. എൻ്റെത് മുന്നേ ചെയ്തതായിരുന്നു, അന്ന് നോർമലായിട്ട് ചെയ്തതാണ്. ഇപ്പം പ്രോപ്പർ ആപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാൻഡിൽ കൈ വെക്കേണ്ട പൊസിഷന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ല, നമ്മളൊരു നോർമൽ നമ്മളൊരു കംഫർട്ട് വെച്ചാണ് നമ്മൾ സാധാരണ ചവിട്ടാറ്. അപ്പം പക്ക സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ നമ്മളെ ഓരോ ആംഗിൾസിൻ്റെയും പൊസിഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഫോണിൻ്റെ അകത്ത് നമ്മൾ പൊസിഷനിൽ കറക്റ്റാക്കി നിർത്തിയിട്ട് ആ ഫോട്ടോസ് വെച്ചാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് കാണിക്കും പ്രോപ്പറാണോ അല്ലേ എന്നുള്ളത്. നമ്മൾ ഓരോരോ ജോയിൻസിൻ്റെയും എത്ര ഡിഗ്രിയിൽ ആണ് പൊസിഷൻ വേണ്ടത്, അത് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു സീറ്റ് ഒന്ന് അപ്പം ഈ ആംഗിൾ കുറവാണ്. കുറച്ച് ഇത് മുന്നേ കുറച്ച് കാറ്റ് കുറച്ച് മുന്നോട്ട് പോകണം. ഈ ആംഗിൾ കുറച്ച് കുറയും. സാറ്റലൈറ്റ് കുറച്ച് കുറയ്ക്കണം. ഈ ആംഗിൾ കുറവാണ്. അതായത് നമ്മളെ ക്യാമറാമാൻ ഉഷാറാണ്. വീട്ടേട്ടനാണ് ക്യാമറ എടുത്തു കൊടുക്കുന്നത്. പുറത്തിറങ്ങിയൊക്കെ ഷോട്ട്സ് എടുക്കുന്നുണ്ട്. നമ്മൾ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി, ഹൈറ്റിലും പൊസിഷനിലൊക്കെ. എനിക്ക് സീറ്റിൽ മാത്രമേ ചേഞ്ചസ് വരുത്തേണ്ടി വന്നുള്ളൂ. വീത്തേട്ടൻ്റെ സ്റ്റെം ഹൈറ്റിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഏകദേശം അവസാനിച്ചു. എല്ലാം കഴിഞ്ഞില്ലേ? നാളെ കാണാം അങ്കത്തട്ടിൽ. അപ്പോൾ ഓക്കെ, നമ്മൾ പോവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.